ഹലോ ഗായ്സ്, എല്ലാവരും നമ്മുടെ പുതിയ വീഡിയോ സ്വാഗതം. അപ്പോൾ നമ്മളാണെങ്കിൽ കുറച്ച് നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോഴാണെങ്കിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടാന്നറിയില്ല. നമ്മളാണെങ്കിൽ ജയ്ഗുരു ഭഗവാനായിട്ട് ഒരു വീഡിയോ ഇടുമെന്ന് പറഞ്ഞ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഏതുകൊണ്ടാണ് കൊണ്ടുവന്നേക്കണേന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജയ്ഗുരു ഭഗവാനെ കൊണ്ടുവന്നേക്കണത്. അപ്പോൾ ഞാനൊരു 2-3 ദിവസമായി പോസ്റ്റ് ഇട്ടിട്ട് അത് നിങ്ങൾ കണ്ടാന്നറിയില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറാം. വണ്ടീൻ്റെ ഇൻറ്റീരിയർ ഏകദേശം എങ്ങനെ ഉണ്ടാവും കാണാൻ. അത്യാവശ്യം നല്ല ലുക്കുണ്ട്. ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ഒരു ട്രക്കിൻ്റെ പോലെ ആയിരിക്കും നമ്മൾ വിചാരിക്കണത്. എനിക്ക് അങ്ങനെ ഉണ്ട് തോന്നിയത്. അപ്പോൾ നമ്മുടെ ഇങ്ങനെ നോക്കുമ്പോൾ വണ്ടി ഇങ്ങനെ ഉണ്ടാവും കാണാൻ. വണ്ടി ഹെൽത്ത് ഇപ്പോൾ 100% ഉണ്ട്. പിന്നെ എല്ലാ വണ്ടിയിലും പോലെ 3 മോഡുണ്ട്. ഒന്നാമത്തെ ബോണറ്റ് പറയും, രണ്ടാമത്തെ എന്താ നോക്കട്ടെ, ആ ഡോറ് എന്താ സംഭവം നോക്കട്ടെ. നമ്മുടെ ഗ്ലാസ് എന്ന് പറയും. പിന്നെ നമ്മുടെ ഈ ഉള്ളിയായിട്ട് കയറാനുള്ള ഡോറ്, അതായത് 2 ഡോറുണ്ട് ഇപ്പോൾ ഈ വണ്ടിയിൽ. ആ ഉള്ളിലോട്ട് കയറാനുള്ള ഡോറ് തുറയും. അതിപ്പോൾ നമുക്ക് ആവശ്യമില്ല. മൂന്നാമത്തെ നമ്മുടെ ഈ സൈഡിലത്തെ ഡിക്കി പറയും. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. നമ്മുടെ ഒന്നാമത്തെ മാത്രം നമുക്ക് ഓണാക്കിയിട്ട് ഓടിക്കുക. അപ്പോൾ അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് മാറ്റി ഒന്നിലായിട്ടിട്ട്. പിന്നെ നമ്മളാണെങ്കിൽ ഇപ്പോൾ മാനുവൽ ഗിയർ സിസ്റ്റത്തിലാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, ആൾക്കാരെ കയറ്റുക. ആൾക്കാരൊക്കെ ഫുള്ളും ഹാപ്പിയാന്ന് തോന്നാൻ, കാരണം നമ്മൾ സെറ്റ് വണ്ടിയാണ് കൊണ്ടുവന്നേക്കണത്. ഇപ്പോൾ നമ്മളാണെങ്കിൽ അത് സ്കിപ്പ് അടിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ആദ്യം വണ്ടി എടുക്കുക. വണ്ടി അവിടെ ആദ്യമായിട്ടൊരു KSRTC ഉണ്ടെന്നില്ലേ, അതിൻ്റെ അത്ര അങ്ങോട്ട് തിരിയണില്ല. അതൊക്കെ കുഴപ്പമില്ല, അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് വണ്ടി അങ്ങോട്ട് കത്തിച്ച് വിടുക, നമുക്ക് ഇവിടുന്ന് വളക്കുക. അയ്യോ, ഇടിച്ചല്ല, എപ്പോഴും 100 ഹെൽത്ത് ഉണ്ട്. നോർത്ത് ഇടിച്ച് ഞാൻ KSRTCൻ്റെ ഓർമ്മയിൽ ഒറ്റ തിരിയിടിച്ചാണ്. ഈ വണ്ടി അത്രയ്ക്ക് നന്നായി തിരിയണില്ല. അപ്പോൾ ഇതാണ് ആദ്യത്തെ ലോഡ് മാപ്പാണ്, അതുകൊണ്ട് വേഗം കഴിയുമായിരിക്കും ഇതിപ്പോൾ. പിന്നെ ഇതേക്കട്ടെ ലോഡ് മാപ്പ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഫൈനലി നമ്മളങ്ങനെ ഒരു ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കാണ്ട് സ്പീഡ് വിടുക. പക്ഷേ ഇവിടെ ടോളുണ്ട്, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സ്ലോ ആക്കണം. അപ്പോൾ നമുക്ക് ഈ ടോളിൻ്റെ കാശ് കൊടുക്കുക. അപ്പോൾ 5 റുപ്പീസാണ് കൊടുക്കേണ്ടത്. അത് നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ റിച്ചാണിത്, നമ്മുടെ കാശ് നോക്ക്. പക്ഷേ 5 റുപ്പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇന്തോനേഷ്യൻ കറൻസിയാണ്. ഇന്ത്യയിലത്തെ റുപ്പീസായിട്ട് നോക്കുമ്പോൾ അത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഈ വണ്ടിക്കാണെങ്കിൽ വലിയ പിക്കപ്പ് ഒന്നും ഇല്ല കേട്ടോ. നാളെ സാധാരണ വണ്ടിയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 150 ആയിട്ടുണ്ടാവും. ഈ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ അധികം സ്പീഡിലൊന്നും പോകണില്ല. സ്പീഡല്ലേ ഇവിടെ, ഈ സ്പീഡുണ്ട് അതെനിക്കറിയാം, പക്ഷേ പിക്കപ്പില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നാളെ പോണ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. മലാങ് ടു സുരബയാണ് നാളിപ്പോൾ പോണത്. അപ്പോൾ ഇങ്ങനെ നേരെ ഞങ്ങൾ കത്തിച്ചു വിടാം. ഇനി വണ്ടിയാണെങ്കിൽ ഇപ്പോൾ 130 ആയിട്ടുണ്ട് ഇപ്പോൾ. പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങളാ ഡാഷ്ബോർഡിന്മേ ഇത് വേണ്ട മാപ്പ്, അതിൻ്റെ അടിയിൽ നിങ്ങളൊരു സാധനം ശ്രദ്ധിച്ചാൽ നമ്മുടെ വണ്ടിയിലാണെങ്കിൽ ഇതുണ്ട്, മറ്റേ റിവേഴ്സ് ക്യാം. അപ്പോൾ അത് നല്ലതാണ്, അത് ആൾക്കാർ വഴിമാറി തന്നില്ല. മാറ അപ്പോൾ ഒരു ബസ്സാരം കൊണ്ട് അയ്യോ അയാളിടിച്ച് കാട്ടിയിട്ട് ഞാനാണെങ്കിൽ ആ മിററ് നോക്കാൻ മറന്നു പോയിട്ടാ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല മിററ്. അത് കുഴപ്പമില്ല, നമുക്ക് നേരെ വിടാം. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റിൽ കൂടി ഓവർടേക്ക് ചെയ്യാം. അപ്പോൾ വണ്ടിയൊക്കെ സൈഡിൽ കൂടി പോകുന്നുണ്ട്, നമുക്ക് അവരെ മൈൻഡ് ചെയ്യണ്ട, നമുക്ക് അവിടെ നിന്ന് കത്തിച്ചു വിടാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്, കാരണം ബ്രേക്ക് ഓടിക്കുമ്പോൾ മാല പോലത്തെ ഒന്ന് തൂങ്ങണുണ്ട്. ഇതൊരു ആംബുലൻസ് വേണ്ട, നമുക്ക് ലെഫ്റ്റിൽ കൂടി ഓവർടേക്ക് അയ്യോ പെട്ട് ഗൈസ്, ഞാൻ ഓവർടേക്ക് ചെയ്യാൻ ചെന്നതാണ്, പക്ഷേ ആ സ്ഥലം പെട്ട ചെറുതായി പോയി. ബെസ്റ്റ് അറിയാണ്ട് അവിടെ ഈ ഡിവൈഡിൻ്റെ സ്ഥലത്ത് ഇടിച്ച്. ഞാൻ വണ്ടി ഫുൾ ഹെൽത്ത് കൊണ്ടുപോകാൻ നോക്കിയാണ്, അതിപ്പോൾ വണ്ടി എടുക്കുക. അയ്യോ കേസ്, ഇതെനിക്ക് വണ്ടി എടുക്കുമ്പോൾ ടൈം വന്നില്ല. അത് കുഴപ്പമില്ല, നമുക്കിപ്പോൾ എടുക്കുക.
അവിടെ വണ്ടിയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ ചെറിയ പ്രശ്നമുള്ളൂ, ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ദേ ആ സൈഡ് ചെറുതായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു ഷോർട്സ് ഇട്ടായിരുന്നു അവിടെ അജയ് ഗുരു ചിഹ്നം വെച്ചിട്ട്. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ ആ വണ്ടി കൊണ്ടുവരാം. അപ്പോൾ അല്ലെങ്കിൽ ഈ ജയ് ഗുരുവിൻ്റെ ചിഹ്നം വേണം, അല്ലെങ്കിൽ നാടാ ഇത് വേണം, ട്രാവലർ. എൻ്റെ വേറൊരു ട്രാവലർ ഉണ്ട്. ഞാൻ പണ്ടാണ് കുറച്ച് നാളായി ഞാൻ ഒരു ട്രാവലറിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ആ ട്രാവലറല്ല എൻ്റെ ഇപ്പോൾ വേറൊരെണ്ണം ഉണ്ട്, മറ്റേ ആറാട്ട് ഒരു അത് സ്കിന്നൊക്കെ ഒട്ടിച്ചാണ്. അപ്പോൾ അതൊക്കെ പറ്റിയ കൊണ്ടുവരാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇവിടെ ഇത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസിലാണ് നമ്മൾ താങ്ങിയേക്കണത്. ശരി, മിക്കവാറും കേസ് വരും, മുങ്ങിയൊക്കെ. ഓക്കെ, അങ്ങനെ നമ്മളൊരു സിറ്റി എത്തിയിട്ടുണ്ട്. ഈ സിറ്റിയിലാണ് അവിടെ സ്റ്റോപ്പ് വന്നത്. അതാണ്ട് ആ ബസ്സിൻ്റെ ചിഹ്നം അവിടെയാണ് അവിടെ സ്റ്റോപ്പ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം നമുക്ക്. വണ്ടി ഒന്ന് സ്ലോ ആക്കാം. ലെഫ്റ്റ് കണ്ടേ, വണ്ടി മര്യാദക്ക് വളയായില്ല. വണ്ടീൻ്റെ ആ സ്റ്റെബിലിറ്റിയാണ് എനിക്ക് ഇഷ്ടമാകത്തത്, പിന്നെ ഈ സ്പീഡും. അപ്പോൾ ഇന്നൊക്കെ നേരെ അങ്ങോട്ട് പോവാം. ഇപ്പോൾ ഇത് സ്റ്റോപ്പ് എത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് റൈറ്റ് എടുക്കണം. നമുക്ക് റോങ് സൈഡ് കയറി പോകാൻ മിക്കവാറും. നമുക്ക് റൈറ്റ് എടുക്കുക. തിരിയേ ഈ വണ്ടി എനിക്ക് തിരിയാത്ത എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള. നമുക്ക് ഈ ഇന്നോക്കാരനെ ഓവർടേക്ക് ചെയ്യുക. അയ്യോ പെട്ട് എടുക്കാൻ പറ്റിയല്ല. അപ്പോൾ നമുക്കിനി ഇങ്ങനെ നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് ഇയാൾ ഇടിച്ച് വിടാം, മാറാം അങ്ങോട്ട്. പിന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിനി പാറ്റിനിടാൻ വേണ്ടി നമുക്ക് ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുക്കണം. നമുക്ക് ലെഫ്റ്റായിട്ട് എടുക്കുക. ആദ്യം അവിടെ നമുക്ക് നിർത്തേണ്ടത്. അപ്പോൾ നമുക്കിനി വണ്ടി അവിടെ കൊണ്ട് നിർത്താം. അപ്പോൾ നമുക്കിനി ആൾക്കാരെയൊക്കെ ഇറക്കാട്ടോ. ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അവിടെ ജയഗുരു ഭവൻ്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളതാണ് എൻ്റെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഗുഡ് ബൈ.